നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. സോയാ സാങ്സ് ഡ്രൈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് സോയാ സാങ്സ്. പല വലുപ്പത്തിലുള്ള സോയാ സാങ്സ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ എടുക്കുന്നത് മീഡിയം സൈസ് സോയാ സാങ്സ് ആണ്. ആദ്യമായി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. സോയാ സാങ്സ് നന്നായി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ചൂടായതിനു ശേഷം കഴുകി വൃത്തിയാക്കിയ സോയാ സാങ്സ് അതിലേക്കിട്ട് കൊടുക്കുക. സോയാബീനിൽ നിന്നും സോയാബീൻ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റാണ് സോയാ സാങ്സ്. സോയാ സാങ്സിൽ നല്ല രീതിയിൽ ഫൈബർ, പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. സോയാ സാങ്സ് വേവുന്നവരെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായി പതഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളയാവുന്നതാണ്. ഇതിൻ്റെ ചൂട് ആറുന്നതിനായി വെയിറ്റ് ചെയ്യാം. ഇനി ഇത് റോസ്റ്റ് ചെയ്യുന്നതിനായി വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി എന്നിവ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുക. വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ പേസ്റ്റ് ആക്കിയതിന് ശേഷം പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുക് ചേർക്കാവുന്നതാണ്. കടുക് പൊട്ടിയതിന് ശേഷം മുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. സവാള ചേർത്ത് നല്ല രീതിയിൽ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി അരച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ചൂടാറിയ സോയാ സാങ്സ് കുറേശ്ശെ എടുത്ത് വെള്ളം പിരിഞ്ഞ് കളയേണ്ടതാണ്. തക്കാളി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം തീ കുറച്ച് അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി നന്നായി വരണ്ടതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി എന്നിവ ചേർക്കേണ്ടതാണ്. പച്ചമുളക് ആവശ്യമെങ്കിൽ ആദ്യം സവാളയുടെ ഒപ്പം വഴറ്റേണ്ടതാണ്. സോയാ സാങ്സ് ചെറുതായി മുറിച്ച് വയ്ക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ സാങ്സ് ചേർത്ത് നന്നായി ഇളക്കുക. ഗരം മസാല, മല്ലിയില എന്നിവ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. രുചികരമായ സോയാ സാങ്സ് റോസ്റ്റ് തയ്യാറായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.